ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് പ്രൊജക്ട് 75 ക്രിമിനൽ ലോസ് അമെൻമെന്റ്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ്, പ്ലേസസ് ന്യൂസ് ആയിട്ട് ഫ്രാൻസ്. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊജക്ട് 75 കുറിച്ചാണ്. സോ നമ്മൾ ഈ പ്രൊജക്ട് 75 അല്ലെങ്കിൽ P75 എന്ന് പറയുന്ന ഇന്ത്യൻ നേവിയുടെ ഷിപ്പ് ബിൽഡിംഗ് പ്രൊജക്റ്റിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 12 ഒരു വാർത്തയുണ്ട്. ബേസിക്കലി അത് ഈ പ്രൊജക്ട് 75 കുറിച്ചല്ല, ഇപ്പോൾ DRDO പുതുതായിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുള്ള P76 അല്ലെങ്കിൽ പ്രൊജക്ട് 76 കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഈ പ്രൊജക്ട് 76 എന്ന് പറയുന്നത് ഒരു പ്രപ്പോസ്ഡ് ആയിട്ടുള്ള, അതിൻ്റെ ഇനീഷ്യൽ ഫേസ് പോലും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് പ്രപ്പോസൽ വരാൻ ചാൻസ് ഉള്ള ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഈ ഒരു വാർത്തക്കകത്ത് ഈ പ്രൊജക്ട് 75 കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ പ്രൊജക്ട് 75 അല്ലെങ്കിൽ P75 എന്ന് പറയുന്നത്, I എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ എന്നാണ്. സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ട് കൺവെൻഷണൽ പവേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡീസൽ ഇലക്ട്രിക് അറ്റാക്ക് സബ്മറീൻസ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസ്ഡ് പ്രൊജക്റ്റ് ആണ്. അതായത് ഈ സബ്മറീൻസിന്റെ കൺസ്ട്രക്ഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അതിന്റെ ബിഡിങ് പ്രോസസ്സിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ നിലവിൽ ഇന്ത്യൻ നേവിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യൻ നേവി ഇപ്പോൾ ഉപയോഗിക്കുന്ന സബ്മറീൻസിൽ അതിനകത്തുള്ള ഡീസൽ ഇലക്ട്രിക് അറ്റാക്ക് സബ്മറീൻസിനകത്ത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സബ്മറീൻസ് എന്ന് പറയുന്നത് സ്കോർപിയൻ ക്ലാസ് സബ്മറീൻസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ കാൽവാരി ക്ലാസ് സബ്മറീൻസ് എന്ന് വിളിക്കുന്ന ഫ്രഞ്ച് കമ്പനി ആയിട്ടുള്ള DCNSുമായിട്ട് ചേർന്നുകൊണ്ട് ഇന്ത്യയിലെ മാസഗോൺ ഡോക്ക് ലിമിറ്റഡ് നിർമ്മിച്ചിട്ടുള്ള സ്കോർപിയൻ ക്ലാസ് സബ്മറീൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് ജനറേഷൻ ആയിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സക്സസർ ആയിട്ട് വരാൻ പോകുന്നതാണ് ഈ പ്രൊജക്ട് 75 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഡീസൽ ഇലക്ട്രിക് സബ്മറീൻസ് ആണ്. അതിന് അതുപോലെ തന്നെ ഈ ഫ്യൂവൽ സെൽസും അതുപോലെ തന്നെ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സിസ്റ്റവും ഉണ്ടാവും. എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം എന്താണെന്ന് ഇതിനു മുമ്പ് നമ്മൾ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് എയർ ഇൻഡിപെൻഡൻസ് പ്രൊപ്പൽഷൻ അല്ലെങ്കിൽ AIP എന്ന് പറയുന്നത് ഈ ഡീസൽ ഇലക്ട്രിക് സബ്മറീൻസിനുള്ള ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ആദ്യം പറഞ്ഞുതരാം. ഡീസൽ ഇലക്ട്രിക് സബ്മറീൻസ് എന്ന് പറയുന്നത് ഈ ഡീസൽ ജനറേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ട്, അതിനെയാണ് നമ്മൾ ഫ്യൂൽ സെൽസ് എന്ന് പറയുക, ഈ ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ട് അത് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സബ്മറീൻസ് ആണ് ഡീസൽ ഇലക്ട്രിക് സബ്മറീൻസ്. അപ്പോൾ ഈ ഡീസൽ ഇലക്ട്രിക് അറ്റാക്ക് സബ്മറീൻസിനെ സാധാരണഗതിയിൽ വിളിക്കാറുള്ളത് ഹണ്ടർ കില്ലേഴ്സ് എന്നാണ്. ഇതിന്റെ അഡ്വാൻറ്റേജ്, ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് മറ്റുള്ള എനിമി സബ്മറീൻസിനെ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡീസൽ ഇലക്ട്രിക് സബ്മറീൻസിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള സബ്മറീൻസ് ആയതുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് നോയ്സ് കുറവുള്ള, അതായത് ഇപ്പോൾ നമ്മൾ ഈ ഇലക്ട്രിക് കാറുകളും മോട്ടോർ കാറുകളും തമ്മിലുള്ള സാധാരണഗതിയിലുള്ള ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ യൂസ് ചെയ്യുന്ന കാറുകളും തമ്മിലുള്ള സെയിം ഡിഫറൻസ് ആണ് ഇവിടെ ഉള്ളത്. അതായത് ഇത്തരത്തിലുള്ള സബ്മറീൻസിന്റെ നോയ്സ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ നോയ്സ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. പിന്നെ ഇതിന്റെ ഡിസൈൻസ് കാരണം അക്വാറ്റിക് സിഗ്നേച്ചറും കുറക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം ഒരു സ്റ്റെൽത്ത് സബ്മറീൻസ് പോലെയാണ് ഈ ഡീസൽ ഇലക്ട്രിക് അറ്റാക്ക് സബ്മറീൻസ് വർക്ക് ചെയ്യുക. പക്ഷേ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് എല്ലാ 2 ദിവസം കൂടുമ്പോഴും സർഫസിലേക്ക് വരേണ്ടി വരും. കാരണം ഈ ഒരു ഡീസൽ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിട്ട് വേണം ഇവർക്ക് ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ. അപ്പോൾ ഈ ഡീസൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ഓക്സിജൻ വേണം. അപ്പോൾ ഇവർക്ക് സർഫസ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ അങ്ങനെ സർഫസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് എനിമി സബ്മറീൻസിന് അല്ലെങ്കിൽ എനിമി പെട്രോൾ എയർക്രാഫ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ സബ്മറീൻസിനെ ഐഡന്റിഫൈ ചെയ്യാനും നശിപ്പിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ സർവൈവബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഈ AIP അല്ലെങ്കിൽ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഉപയോഗിച്ചുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇവർക്ക് സബ്മേർജ്ഡ് ആയിട്ട് കറന്നുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇവരുടെ ഫ്യൂവൽ സെൽസ് റീചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ 2 ആഴ്ച വരെ അല്ലെങ്കിൽ 2 മാസം വരെയൊക്കെ ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് സബ്മേർജ്ഡ് ആയിട്ട് കിടക്കാനുള്ള കപ്പാസിറ്റി ഈ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷനുള്ള ഡീസൽ ഇലക്ട്രിക് സബ്മറീൻസിന് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള സബ്മറീൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് പ്രൊജക്ട് 75 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവഴി നമ്മുടെ ഇന്ത്യൻ നേവിയുടെ സ്ട്രെങ്ത്, നേവൽ സ്ട്രെങ്ത്, എസ്പെഷ്യലി നമ്മുടെ സബ്മറീൻ സ്ട്രെങ്ത് ഒക്കെ വർദ്ധിപ്പിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നിലവിലുള്ള സ്കോർപിയൻ ക്ലാസ് സബ്മറീൻസ് അല്ലെങ്കിൽ P75 പ്രൊജക്ട് 75 സബ്മറീൻസിന്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് അതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് ഈ P75 സബ്മറീൻസിനെ കുറിച്ച് അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഈ പറയുന്ന സ്കോർപിയൻ ക്ലാസ് സബ്മറീൻസിനെക്കാട്ടിലും അഡ്വാൻസ്ഡ് ടെക്നോളജീസ് യൂസ് ചെയ്യുന്ന സബ്മറീൻസ് ആയിരിക്കും ഇതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഈ പറയുന്ന
പ്രൊജക്ട് 75I എന്ന് പറയുന്ന പ്രൊജക്ട് നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്യുന്നത് 90കളുടെ അവസാനം തൊട്ടേ ചർച്ചകൾ ഉണ്ടായിരുന്നതാണ്. ഈ പ്രൊജക്ട് 75I ഒരുപാട് ഡിലേസ് വന്നത് കാരണം ഇങ്ങനെ നീണ്ടുപോകുന്നത്. ഇപ്പോൾ ഏകദേശം 30 വർഷമായി ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇത് അവസാനം അപ്രൂവ് ചെയ്യുന്നത് 2007 ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ നേവി 1990കളുടെ അവസാനത്തിൽ തുടങ്ങിയിട്ടുള്ള വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. അതാണ് നേവിയുടെ ഒരു 30-year പ്ലാൻ ഫോർ ഇൻഡിജിനസ് സബ്മറൈൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രൊജക്റ്റാണ് ഈ പ്രൊജക്ട് 75I എന്ന് മനസ്സിലാക്കുക. ഇനി ഈ പ്രൊജക്ട് 75Iയുടെ കീഴിൽ വരുന്ന സബ്മറീൻസ് നമ്മൾ ഇൻഡിജീനിയസ്ലി ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നതല്ല. കാരണം അതിനുള്ള കേപ്പബിലിറ്റി, സബ്മറീൻസ് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഡീസൽ ഇലക്ട്രിക് സബ്മറീൻസിന്റെ കേസിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിലവിൽ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രൊജക്ട് 75Iയുടെ കീഴിൽ വരുന്ന സബ്മറീൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് മോഡലിലായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ 2016 വന്നിട്ടുള്ള ഇന്ത്യയുടെ ഈ ഡിഫൻസ് പ്രൊക്യൂർമെന്റ് പോളിസി ഉണ്ട്, DPP എന്ന് പറയും. ഈ ഡിഫൻസ് പ്രൊക്യൂർമെന്റ് പോളിസിക്കകത്ത് പറഞ്ഞൊരു കാര്യമാണ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് മോഡൽ എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമ്മൾ ഏതെങ്കിലും ഒരു ഫോറിൻ കമ്പനിയുമായിട്ട് ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിൽ എത്തിയിട്ട് അവർ ഇന്ത്യയിൽ ഒരു ജോയിന്റ് വെഞ്ചർ എസ്റ്റാബ്ലിഷ് ചെയ്യും, ഇന്ത്യൻ കമ്പനീസുമായിട്ട് ചേർന്നിട്ട് ഒരു ജോയിന്റ് വെഞ്ചർ എസ്റ്റാബ്ലിഷ് ചെയ്യും. ആ ജോയിന്റ് വെഞ്ചർ ആയിരിക്കും ഈ സബ്മറീനെ ഡെവലപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ ഇന്ത്യയുടെ ഇൻഡിജിനസ് ഡിഫൻസ് മാനുഫാക്ചറിങ് കേപ്പബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നാണ് ഇന്ത്യൻ ഗവൺമെന്റ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് മോഡലിന്റെ കീഴിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫസ്റ്റത്തെ സബ്മറീൻസ് ആയിരിക്കും ഇതെന്ന് മനസ്സിലാക്കുക. ഇനി ഇതിന്റെ കൂടെ ഇപ്പോൾ ഈ പത്രവാർത്തയിൽ പറയുന്ന പ്രൊജക്ട് 76നെ കുറിച്ച് കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ പ്രൊജക്ട് 76 എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പ്രപ്പോസ്ഡ് പ്രൊജക്റ്റ് ആണ്. DRDO ആണ് ഇത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഈ പ്രൊജക്ട് 75Iയുടെ ആ പ്രൊജക്ട് 75Iയുടെ ബിഡിംഗ് പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടുത്ത ഒരു സക്സസർ ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോളോ അപ്പ് ആയിട്ടാണ് ഈ പ്രൊജക്ട് 76 പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്രൊജക്ട് 76-നകത്ത് വരുന്നത് നമ്മൾ ഇന്ത്യ ഇൻഡിജീനിയസ്ലി ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന കൺവെൻഷണൽ സബ്മറീൻസ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്കോർപിയൻ ക്ലാസ് സബ്മറീൻസിന്റെ കേസിൽ അതൊരു ഫോറിൻ കമ്പനി ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഇന്ത്യയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ പ്രൊജക്ട് 75I വരുന്ന സമയത്ത് അതിനകത്ത് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് മോഡൽ വരും. പ്രൊജക്ട് 76 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ ഡിസൈൻ ചെയ്ത് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡിജിനസ് കൺവെൻഷണൽ സബ്മറീൻസ് ആയിരിക്കും പ്രൊജക്ട് 76 എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വലിയ രീതിയിലുള്ള ഇൻഡിജിനസ് കണ്ടന്റ് വരും. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ സ്കോർപിയൻ ക്ലാസ് സബ്മറീൻസിനെയൊക്കെ 2025 കൂടിയിട്ട് അതിൻ്റെ അപ്ഗ്രേഡേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് അതിനകത്ത് DRDO ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു AIP സിസ്റ്റം ഉണ്ട്, എയർ ഇൻഡിപെൻഡൻസ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഉണ്ട്, അതൊക്കെ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അപ്പോൾ അത്തരത്തിലുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള വെപ്പൺസ്, മിസൈൽസ്, കോമ്പാറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, സോണാർസ്, കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട്, മാസ്റ്റ്, പെരിസ്കോപ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇൻഡിജിനസ് ആയിട്ട് വരുന്ന ഒരു പ്രൊപ്പോസ്ഡ് ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് ജനറേഷൻ സബ്മറീൻ പ്രൊജക്റ്റ് ആണ് പ്രൊജക്ട് 76 എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ക്രിമിനൽ ലോ അമെൻമെന്റിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ കൊളോണിയൽ എറ നിയമങ്ങളായിരുന്ന IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഈ 3 നിയമങ്ങളെയും റീപ്ലേസ് ചെയ്തുകൊണ്ടുള്ള പുതിയ 3 ക്രിമിനൽ നിയമങ്ങൾ ഇപ്പോൾ ജൂലൈ 1 ഇന്ന് നിലവിൽ വരാൻ പോവാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസിലൊക്കെ ഒരുപാട് വാർത്തകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഇതിനു മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു സിഗ്നിഫിക്കൻസ് ഇതിനുള്ളതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പുതിയ നിയമങ്ങൾ എന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഈ നമ്മൾ ക്രിമിനൽ ലോ അമെൻമെന്റ്സ് എന്ന് പൊതുവിൽ വിളിക്കുന്ന ഈ 3 നിയമങ്ങൾ എന്ന് പറയുന്നത് 1860 IPC, 1898 CRPC അല്ലെങ്കിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഈ 3 നിയമങ്ങളെയും റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ 3 നിയമങ്ങൾ കൊണ്ടുവരുന്നതാണ് ഈ പുതിയ 3 ക്രിമിനൽ നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് പുതിയ 3 ക്രിമിനൽ നിയമങ്ങൾ? ഇപ്പോൾ IPCക്ക് പകരമായിട്ട് ഒരു ഭാരതീയ ന്യായ സംഹിത BNS എന്ന് പറയുന്ന 2023 പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ആക്ട്. രണ്ടാമത്തത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം ഭാരതീയ സാക്ഷ്യ എന്ന് പറയുന്ന നിയമം. ഈ 3 നിയമങ്ങളാണ് പുതുതായിട്ട് ഇപ്പോൾ ഈ ജൂലൈ 1 തൊട്ട് നിലവിൽ വരുന്നത്. അപ്പോൾ ഇതോടുകൂടി IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഇല്ലാതായി. അതിന് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഈ 3 നിയമങ്ങൾ ഇന്ന് തൊട്ട് നിലവിൽ വന്നു മനസ്സിലാക്കുക. ഇനി എന്തുകൊണ്ട് ഈ പുതിയ 3 നിയമങ്ങൾ നമ്മൾ കൊണ്ടുവന്നു? അതായത് ഇന്ത്യയുടെ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കഴിഞ്ഞ ഒരു ഏകദേശം 75 വർഷത്തിൽ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ 3 കൊളോണിയൽ എറ നിയമങ്ങൾ നമ്മൾ റീപ്ലേസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന്, ഈ 3 നിയമങ്ങളുടെയും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കൊളോണിയൽ നേച്ചറാണ്. രണ്ടാമതായിട്ട് ഈ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് കുറച്ചും കൂടി സ്പീഡി ജസ്റ്റിസും കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനും, അതുപോലെ തന്നെ ഈ മാറിയ കാലഘട്ടത്തിൽ ആളുകൾ നേരിടുന്ന കുറേ ചാലഞ്ചസും ഇഷ്യൂസും ഉണ്ട്, അതിന് കൃത്യമായിട്ടുള്ള ലീഗൽ റെമഡീസ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പുതിയ 3 നിയമങ്ങൾ കൊണ്ടുവന്നതെന്നാണ്
ഗവൺമെന്റ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഓർത്തിരിക്കുക, നമ്മൾ ഈ പഴയ നിയമങ്ങളിൽ നിന്ന് വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഈ പുതിയ നിയമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു പരിധി വരെയൊക്കെ ആ സെയിം പ്രൊവിഷൻസ് ഇവിടെ റിട്ടൈൻ ചെയ്യുന്നുണ്ട്. പക്ഷെ പുതുതായിട്ടുള്ള ചില മാറ്റങ്ങൾ നമുക്ക് ഇതിനകത്ത്, ചെറിയ ചില മാറ്റങ്ങൾ ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് പുതുതായിട്ട് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇതിനകത്തൊരു സീറോ FIR എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. സീറോ FIR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള ഇന്ത്യയിലെ ക്രിമിനൽ വ്യവസ്ഥ അനുസരിച്ച് ഒരു ക്രൈം ഒരു സ്ഥലത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ക്രൈം സംഭവിച്ചത് ഏത് പോലീസ് സ്റ്റേഷന്റെ ജൂറിസ്ഡിക്ഷന്റെ പരിധിയിലാണോ അവിടെ നമ്മളത് FIR ഫയൽ ചെയ്യണം എന്നുണ്ട്. പക്ഷെ സീറോ FIR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൈം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലുള്ള ഏത് പോലീസ് സ്റ്റേഷനിലും FIR ഫയൽ ചെയ്യാം, ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഇത് ഏത് പോലീസ് സ്റ്റേഷന്റെ ജൂറിസ്ഡിക്ഷനിലാണ് നടന്നത് എന്നുള്ളത് പരിഗണിക്കാതെ തന്നെ ഇത്തരത്തിൽ FIR എവിടെ വേണമെങ്കിലും ഫയൽ ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. രണ്ടാമതായിട്ട് പോലീസ് കംപ്ലൈന്റുകൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഈ പുതിയ നിയമങ്ങളിലുണ്ട്. അതുപോലെ തന്നെ ഈ ഇന്ത്യൻ സുപ്രീം കോടതി ഏകദേശം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന ഈ IPC കാത്തുണ്ടായിരുന്ന ഏറ്റവും വിവാദപരമായിട്ടുള്ള ഒരു പ്രൊവിഷനാണ് സെഡീഷൻ അല്ലെങ്കിൽ രാജ്യദ്രോഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാജ്യദ്രോഹത്തിനെ ഇതിനകത്ത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്നത് പോലെ ഈ രാജ്യദ്രോഹത്തിന്റെ പേര് മാറ്റിയിട്ട് സെയിം കാര്യങ്ങൾ ഈ പുതിയ നിയമത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന്റെ ഒരു കൊളോണിയൽ നേച്ചർ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് ചില ക്രിറ്റിക്സ് പറയുന്നത്. ഇപ്പോൾ ഈ സെഡീഷൻ എന്നുള്ള വാക്കിന് പകരം ഈ സെസഷൻ, അതുപോലെ തന്നെ ആക്ട് അഗെയിൻസ്റ്റ് കൺട്രി സോവറൈനിറ്റി, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന പുതിയൊരു സംഗതി ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ സെഡീഷന് വളരെ സിമിലർ ആണെന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ എന്താണ് ടെററിസം എന്നുള്ള കാര്യം, എന്താണ് ഭീകരവാദം എന്നുള്ള കാര്യം ഈ പുതിയ നിയമങ്ങൾക്കകത്ത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മോബ് ലിഞ്ചിങ്ങിന്റെ കേസിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ആൾക്കൂട്ട കൊലപാതകങ്ങൾ എന്ന് പറയുന്നത്. ഈ ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ കേസിൽ മാക്സിമം പണിഷ്മെന്റ് ആയിട്ട് വധശിക്ഷ ഈ പുതിയ നിയമങ്ങളിൽ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ നിയമങ്ങളിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്യാങ് റേപ്പിന്റെ കേസിൽ, അതായത് പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി കഴിഞ്ഞാൽ അതിനുള്ള പരമാവധി ശിക്ഷയായിട്ട് വധശിക്ഷയും അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റും പറയുന്നുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ വുമൺ റേപ്പ് വിക്ടിംസിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു പ്രൊവിഷൻ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വുമൺ റേപ്പ് വിക്ടിംസിന്റെ സ്റ്റേറ്റ്മെന്റ് ഒരു വുമൺ പോലീസ് ഓഫീസർ റെക്കോർഡ് ചെയ്യണമെന്നും അത് ആ റേപ്പ് വിക്ടിമിന്റെ ഗാർഡിയന്റെയോ അല്ലെങ്കിൽ റിലേറ്റീവിന്റെയോ പ്രസൻസിലായിരിക്കണം ചെയ്യേണ്ടത് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില പെറ്റി ക്രൈംസിനൊക്കെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെ ഇല്ലാതിരുന്നൊരു സംഭവമാണ് കമ്മ്യൂണിറ്റി സർവീസ് എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ ആ കമ്മ്യൂണിറ്റി സർവീസ് ചില പെറ്റി ക്രൈംസിനൊക്കെ കമ്മ്യൂണിറ്റി സർവീസ് ഒരു പണിഷ്മെന്റ് ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചില കേസുകളിലൊക്കെ നടത്തുന്ന സെർച്ച്, അതുപോലെ തന്നെ സീജർ, ഈ കാര്യങ്ങളൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കണം എന്നുള്ളത് മാൻഡേറ്ററി പ്രൊവിഷനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ക്രിമിനൽ കേസുകളിൽ ഈ ട്രയൽ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ, വിചാരണ പൂർത്തിയായി 45 ദിവസത്തിനകത്ത് അതിനകത്ത് ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ വിധി പ്രസ്താവിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടും ഈ പുതിയ നിയമങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പുതുതായിട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് PMLA കുറിച്ചാണ്, അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിനെ കുറിച്ചാണ്. ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത് വീണ്ടും പറയാനുള്ളൊരു കാരണം, ഈ ജാർഖണ്ഡിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനെതിരായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസ് എന്ന് പറയുന്നത് അത് നിലനിൽക്കാൻ സാധ്യത കുറവാണെന്നുള്ള രീതിയിലുള്ള ചില കാര്യങ്ങൾ, ചില പരാമർശങ്ങളൊക്കെ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ ഒരു എഡിറ്റോറിയൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഈ PMLAയുടെ മിസ്യൂസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് എന്ന് പറയുന്നത് 2002 ഇന്ത്യൻ പാർലമെന്റ് ഈ മണി ലോണ്ടറിങ് തടയുന്നതിന് വേണ്ടിയിട്ട്, ഓക്കെ, കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയാനും ഇത്തരത്തിലുള്ള കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്രൈംസിലൂടെ ആളുകൾ സമ്പാദിച്ചിട്ടുള്ള വസ്തുവകകൾ കണ്ടുകെട്ടുന്നതിനും വേണ്ടിയിട്ട് ഇന്ത്യൻ പാർലമെന്റിന് നിർമ്മിച്ചിട്ടുള്ള ഒരു നിയമമാണ് ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫിനാൻസിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 1980കളുടെ അവസാനത്തിൽ വന്നിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ട്രീറ്റി ഉണ്ട്, വിയന്ന കൺവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ വിയന്ന കൺവെൻഷനകത്ത് ഇന്ത്യയും പാർട്ടിയാണ്. അപ്പോൾ ആ വിയന്ന കൺവെൻഷനോടുള്ള കമ്മിറ്റ്മെന്റിന്റെ ഒരു ഫുൾഫിൽമെന്റ് എന്നുള്ള രീതിയിലാണ് ഇന്ത്യൻ പാർലമെന്റ് ഈ നിയമം നിർമ്മിക്കുന്നത്. ഇനി നമ്മുടെ നിലവിൽ ഈ PMLAയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് നടപ്പിലാക്കാനുള്ള അധികാരപ്പെട്ട സ്ഥാപനം എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കീഴിൽ വരുന്ന, അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ ഭാഗമായിട്ട് വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂവിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയാണ്. അപ്പോൾ ഈ PMLAയുടെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ നടത്താനുള്ള അധികാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനാണെന്ന് മനസ്സിലാക്കുക. ഇനി ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രൊവിഷൻസും ഇന്ത്യയിലുള്ള എല്ലാ
ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും, അതായത് ബാങ്കുകൾ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, RBI ഉൾപ്പെടെയുള്ള മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇത്തരത്തിലുള്ള എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അപ്ലിക്കബിൾ ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസിനും ഇത് അപ്ലിക്കബിൾ ആണ്. അതുകൂടാതെ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് ഇതിന് എൻഫോഴ്സ് ചെയ്യാൻ, അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഏജൻസി. ഇനി ആക്ടിന്റെ പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്, 1 മണി ലോണ്ടറിങ് പ്രിവെന്റ് ചെയ്യുക, 2 ഈ മണി ലോണ്ടറിങ്ങിലൂടെ വരുന്ന പണം ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള ക്രൈംസിനെ ഫിനാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണം ആയിട്ട് മാറുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ ഈ മണി ലോണ്ടറിങ്ങിലൂടെ സമ്പാദിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രോപ്പർട്ടീസ് കോൺഫിസ്കേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഇനി പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന പണിഷ്മെന്റ് എന്ന് പറയുന്നത് ആളുകളുടെ അസറ്റ് അല്ലെങ്കിൽ റെക്കോർഡ്സ് സീസ് ചെയ്യാൻ പറ്റും. ഈ ക്രിമിനൽ പ്രൊസീഡിങ്സിലൂടെ സമ്പാദിച്ചിട്ടുള്ള പണം അല്ലെങ്കിൽ സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ പറ്റും. അതുപോലെ തന്നെ മിനിമം 3 വർഷവും അതുപോലെ തന്നെ മാക്സിമം 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാൻ പറ്റുന്ന ഒരു കുറ്റകൃത്യമാണിതെന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് ഫൈൻസിന് ലിമിറ്റ് ഇല്ല. ഓക്കെ, ഇതിന്റെ പിഴ ശിക്ഷ എത്രയായിരിക്കും എന്നുള്ള കാര്യം സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, എത്ര വേണമെങ്കിലും ആവാം എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ BIS കുറിച്ചാണ്. സോ ഈ ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 17 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ BIS എന്ന് പറയുന്നത് 1930 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മൾ ഈ വേൾഡ് ബാങ്ക്, IMF എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് മനസ്സിലാക്കുക. 1930 വന്നിട്ടുണ്ടായിരുന്ന ഒരു ഹേഗ് എഗ്രിമെന്റ് ഉണ്ട്. ആ ഹേഗ് എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബാങ്ക് നിലവിൽ വരുന്നത്. അപ്പോൾ ഇത് നിലവിൽ വന്നതിന് ശേഷം ഈ ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ BISന്റെ പർപ്പസ് അല്ലെങ്കിൽ ഇവരുടെ ഫങ്ഷൻസ്, ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ വലിയ രീതിയിൽ ഓവർ ദി ഇയേഴ്സ് മാറിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് 1930 ഈ ബാങ്കിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് തന്നെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം വന്നിട്ടുണ്ടായിരുന്ന ട്രീറ്റി ഓഫ് വേഴ്സായി അനുസരിച്ച് ഈ യുദ്ധത്തിന്റെ എല്ലാ തരത്തിലുള്ള ബാധ്യതയും ജർമ്മനിയുടെ മുകളിൽ ആ യുദ്ധത്തിൽ ജയിച്ചിട്ടുള്ള രാജ്യങ്ങൾ കെട്ടിവെക്കുന്നുണ്ട്. ഈ 2ാം ലോക മഹായുദ്ധമൊക്കെ ജർമ്മനി സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണങ്ങളൊന്നായിട്ട് പറയുന്നത് അതാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് 1ാം ലോക മഹായുദ്ധമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്ന ഈ ട്രീറ്റി ഓഫ് വേഴ്സായിക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ക്ലോസുകളിൽ ഒന്ന് പറയുന്നത്, ജർമ്മനി അതായത് യുദ്ധത്തിൽ പരാജയപ്പെട്ട ജർമ്മനി യുദ്ധത്തിൽ ജയിച്ച രാജ്യങ്ങൾക്ക് വന്നിട്ടുള്ള നഷ്ടം നികത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് നഷ്ടപരിഹാരം അല്ലെങ്കിൽ റിപ്പറേഷൻ കൊടുക്കണം എന്നുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. ആ റിപ്പറേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അതായത് ആ പണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാനുള്ള ഒരു ഏജന്റ് ജനറൽ ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഹേഗ് എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഈ BISനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിപ്പറേഷൻസ് കൊടുക്കുന്നത് ഓവർസീ ചെയ്യാനുള്ള ഒരു ഏജന്റ്, അതുകൂടാതെ ഇത്തരത്തിൽ അന്ന് ജർമ്മനിക്ക് സ്വന്തം നിലക്ക് ഇത്രയും വലിയ പണം, ഈ ഭീമമായിട്ടുള്ള തുക ഫ്രാൻസ്, ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കാനുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി ജർമ്മനിക്ക് ഇല്ലാത്തതുകൊണ്ട് അത് യൂറോപ്പ് ഒരു വലിയ രീതിയിലൊരു പൊളിറ്റിക്കൽ ക്രൈസിസ് ആയിട്ട് മാറാൻ തുടങ്ങിയ സമയത്ത് അതിന് ഒരു പരിഹാരമായിട്ട് അന്നത്തെ രാജ്യങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട്, എസ്പെഷ്യലി അമേരിക്കയുടെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് ഒരു ഫിനാൻഷ്യൽ പ്ലാന് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ജർമ്മനി ഇത്തരത്തിൽ നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ജർമ്മനിനെ അമേരിക്ക സാമ്പത്തികമായിട്ട് സഹായിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു സീരീസ് ഓഫ് പ്ലാനുകളുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ലോൺസ് അറിയപ്പെടുന്നത് ഡോസ് ആൻഡ് യങ് ലോൺസ് എന്നുള്ള പേരിലാണ്. ഓക്കെ, ആദ്യം ഡോസ് ലോൺസ് എന്ന പ്ലാൻ എന്നായിരുന്നു അത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്, പിന്നെ യങ് പ്ലാൻ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. സോ ഈ ഡോസ് ആൻഡ് യങ് ലോൺസിന്റെ ട്രസ്റ്റി ആയിട്ട് വർക്ക് ചെയ്തിരുന്നതും ഈ BIS ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ അവസ്ഥയിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ വേൾഡ് ബാങ്ക് ആണെങ്കിലും IMF ആണെങ്കിലും ഇതെല്ലാം തന്നെ 2ാം ലോക മഹായുദ്ധത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 2ാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന സമയത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിനും 15 വർഷം മുമ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് BIS എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകത്തിൽ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഗ്ലോബൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് BIS ആണ്. അതായത് ഈ ഇന്റർനാഷണൽ ലോസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് BIS എന്ന് പറയുന്നത്. ഈ 2ാം ലോക മഹായുദ്ധത്തിന്റെ ഒക്കെ ഒരു മിഡിൽ ഈ BISനകത്ത് ജർമ്മനിയുടെ ഇൻഫ്ലുവൻസ് വലിയ രീതിയിൽ വർദ്ധിച്ച സമയത്ത് ഈ BISനെ ഈ ബാങ്കിനെ തന്നെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ബ്രിട്ടനും അമേരിക്കയൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് 45 ആകുമ്പോഴേക്കും 2ാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന സമയത്ത് അവർ ആ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിന് പിന്മാറുകയാണ് ചെയ്യുന്നത്. അപ്പം നിലവിലെ അവസ്ഥയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ BIS എന്ന് പറയുന്നത്, ഈ BISനകത്ത് മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരുപാട് സെൻട്രൽ ബാങ്കുകളുണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ RBI ഉൾപ്പെടെയുള്ള ലോകത്തിലെ വലിയൊരു നമ്പർ ഓഫ് ബാങ്കുകൾ, ഏകദേശം ഒരു 56ഓളം സെൻട്രൽ ബാങ്കുകൾ BISലെ മെമ്പേഴ്സ് ആണ്. അപ്പോൾ നിലവിൽ അവർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ BISലെ മെമ്പേഴ്സ് ആയിട്ടുള്ള സെൻട്രൽ ബാങ്കുകളുടെ
ഒരു ബാങ്കായിട്ട്, ബാങ്ക് ഓഫ് സെൻട്രൽ ബാങ്ക്സ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ RBI എങ്ങനെയാണ് ഇന്ത്യയിലെ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ബാങ്ക് ഓഫ് ബാങ്ക് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ ലോകത്തിലുള്ള ഇതിലെ അംഗങ്ങളായിട്ടുള്ള സെൻട്രൽ ബാങ്കുകളുടെ ബാങ്കായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത്. പക്ഷെ അതേസമയം ഇവർ ഈ സെൻട്രൽ ബാങ്കുകളുടെ ഒരു ബാങ്കായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്തും ഈ സെൻട്രൽ ബാങ്കുകൾക്കോ അല്ലെങ്കിൽ അതിനകത്തുള്ള ഗവൺമെന്റുകൾക്കോ ഇൻഡിവിജ്വൽസിന് വേണ്ടിയിട്ട് കറണ്ട് അക്കൗണ്ട് ഒന്നും ഇവർ മെയിൻറ്റെയിൻ ചെയ്യില്ല എന്ന് മനസ്സിലാക്കി സെൻട്രൽ ബാങ്കുകൾ കൊടുക്കുന്ന പണം വലിയ ഇതിൽ റിട്ടേൺസ് ഉള്ള ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആക്കി മാറ്റിയാണ് ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പർപ്പസുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു ബാങ്കാണ് ഈ BIS എന്ന് പറയുന്നത്. പിന്നെ അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു റോൾ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലെവലിലുള്ള മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് ഈ രണ്ട് കാര്യങ്ങളാണ് നിലവിൽ ഈ BIS ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് ഫങ്ഷൻസ് എന്ന് മനസ്സിലാക്കുക. ഇനി ഈ BISന്റെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വരുന്നത് ഒന്ന് ഇവരുടെ ആനുവൽ ജനറൽ മീറ്റിംഗിലൂടെയാണ്. അതായത് ഈ BISനകത്ത് 56ഓളം സെൻട്രൽ ബാങ്കുകൾ അംഗങ്ങളാണെന്ന് പറയുന്ന സമയത്തും ഈ പറയുന്ന സെൻട്രൽ ബാങ്കുകൾക്കൊന്നും വൺ മെമ്പർ വൺ വോട്ട് എന്നുള്ള ഒരു സിസ്റ്റം അല്ല അവിടെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ IMFലും വേൾഡ് ബാങ്കിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഓരോ സെൻട്രൽ ബാങ്കും ഹോൾഡ് ചെയ്യുന്ന ഷെയറിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉള്ളത്. അപ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് ആണ് ഈ ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. അത് ഈ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നടക്കാറുള്ളത്. അപ്പോൾ ആ സമയത്ത് ഓരോ സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ ഓരോ മെമ്പറും അവരുടെ ഷെയർ ഓഫ് വോട്ടിനനുസരിച്ച് അവരുടെ ഷെയറിനനുസരിച്ച് പെർസെൻറ്റേജ് ഓഫ് ഷെയറിനനുസരിച്ചായിരിക്കും അവർക്ക് വോട്ടിംഗ് പവർ ഉണ്ടാവുക. പിന്നെ ഈ BISന്റെ നോർമലി നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കിംഗ് മീറ്റിംഗ് എന്ന് പറയുന്നത് ഇവരുടെ റെഗുലർ ആയിട്ട് നടക്കുന്ന മീറ്റിംഗ് ഓഫ് ഗവേണേഴ്സ് ആണ്. ഈ മീറ്റിംഗ് ഓഫ് ഗവേണേഴ്സ് ആൻഡ് സീനിയർ ഒഫീഷ്യൽസ് എന്ന് പറയും. അതായത് ഈ പറയുന്ന സെൻട്രൽ മെമ്പേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്ക് ഗവേണേഴ്സിന്റെയും സീനിയർ ഒഫീഷ്യൽസിന്റെയും മീറ്റിംഗ് ഇതെല്ലാം 2 മാസം കൂടുമ്പോഴാണ് നടക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഗ്ലോബൽ എക്കണോമി, ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്, മറ്റുള്ള ഇഷ്യൂസ്, അതായത് ഈ സെൻട്രൽ ബാങ്കുകളുടെ താല്പര്യങ്ങൾ ബാധിക്കുന്ന മറ്റുള്ള ഇഷ്യൂസ് ഒക്കെ അവർ ഈ മീറ്റിങ്ങുകളാണ് ചർച്ച ചെയ്യാറുള്ളത്. ഇനി ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ബേസലിലാണ്, സ്വിറ്റ്സർലാൻഡിലെ ബേസലിലാണ്. അതുപോലെ തന്നെ ഹോങ്കോങ്, മെക്സിക്കോ സിറ്റി എന്നീ 2 സ്ഥലങ്ങളിൽ ഇവർക്ക് റെപ്രസെൻറ്റേറ്റീവ് ഓഫീസസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ന്യൂസ് ആണ്. അത് ഫ്രാൻസ് ആണ്. അപ്പോൾ ഫ്രാൻസിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഫ്രാൻസിലിപ്പോൾ ഇന്നലെ നടന്നിട്ടുള്ള പാർലമെന്റ് ഇലക്ഷനിൽ അവിടുത്തെ നിലവിലെ റൂളിംഗ് പാർട്ടി ആയിട്ടുള്ള അവിടുത്തെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പാർട്ടി 3ാം സ്ഥാനത്ത് എത്തിയതായിട്ടും അവിടുത്തെ ഒരു എക്സ്ട്രീം റൈറ്റ് വിംഗ് ലീഡർ ആയിട്ടുള്ള മാരിൻ ലെ പെന്നിന്റെ പാർട്ടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് മാറിയതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇന്നത്തെ പത്രങ്ങളിലെല്ലാം തന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള ന്യൂസ് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം, ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസ് എന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് പ്രദേശങ്ങളിൽ ടെറിട്ടറീസിൽ, ഇപ്പോൾ നമ്മൾ അമേരിക്കനെ കുറിച്ചും അല്ലെങ്കിൽ UK കുറിച്ചൊക്കെ പറയുന്നത് പോലെ ലോകത്തിലുടനീളം ടെറിട്ടറീസുള്ള വലിയൊരു രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രാൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നോർമലി പറയാം ഫ്രാൻസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് വെസ്റ്റേൺ യൂറോപ്പിലാണെന്നാണ് പറയാം. അപ്പോൾ ഈ മാപ്പിൽ കാണുന്ന ഈ ഫ്രാൻസ് എന്ന് പറയുന്നത് ഇതിനെ പക്ഷേ അവർ വിളിക്കുന്നത് മെട്രോപൊളിറ്റൻ ഫ്രാൻസ് അല്ലെങ്കിൽ യൂറോപ്യൻ ഫ്രാൻസ് എന്നാണ്. കാരണം ഈ സ്ഥലം കൂടാതെ നമ്മുടെ ഏഷ്യ, അതുപോലെ തന്നെ അമേരിക്കാസ്, അറ്റ്ലാന്റിക് ഓഷൻ, പസഫിക്, ഇവിടെ എല്ലാം തന്നെ ഫ്രാൻസിന് ഓവർസീസ് ടെറിട്ടറീസ് ഉണ്ട്. അപ്പോൾ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം പറയുമ്പോൾ ഇതെല്ലാതും കൂടി കൂടിച്ചേരുന്നതാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിപ്പോൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് യൂറോപ്യൻ ഫ്രാൻസിനെ കുറിച്ച് അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ ഫ്രാൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം ഒരു വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യമാണെന്ന് മനസ്സിലാക്കുക. അതിനെയാണ് മെട്രോപൊളിറ്റൻ ഫ്രാൻസ് അല്ലെങ്കിൽ യൂറോപ്യൻ ഫ്രാൻസ് എന്ന് വിളിക്കുക. ഇനി ഇവർക്ക് ഈ പറയുന്ന ഈ മാപ്പിൽ കാണുന്ന ഫ്രാൻസ് കൂടാതെ അമേരിക്കാസിലും അറ്റ്ലാന്റിക്കിലും പസഫിക്കിലും ഇന്ത്യൻ ഓഷനിലും ഒക്കെ ഓവർസീസ് ടെറിട്ടറീസ് ഉണ്ട്. അപ്പോൾ ഈ ഓവർസീസ് ടെറിട്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2ാം ലോക മഹായുദ്ധം കഴിയുന്ന സമയത്ത് യൂറോപ്പിലുണ്ടായിരുന്ന കൊളോണിയൽ പവേഴ്സ് എല്ലാം തന്നെ അവരുടെ കോളനീസിനെല്ലാം സ്വാതന്ത്ര്യം കൊടുക്കാൻ നിർബന്ധിതരാകുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്നത് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ്. പക്ഷെ ആ സമയത്ത് ഇവർ സ്വാതന്ത്ര്യം കൊടുക്കാതെ കൈവശം വെച്ചുകൊണ്ടിരുന്ന ഇവരുടെ പഴയ കോളനീസിന് ഇവർ പുതുതായിട്ടിട്ട പേരാണ് ഓവർസീസ് ടെറിട്ടറീസ് എന്നുള്ളത്. ഇത് ടിപ്പിക്കലി കോളനീസ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഫ്രാൻസിന്റെ അതിർത്തി മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ ലാൻഡ് ബോർഡർ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ നോർത്ത് ഈസ്റ്റിലായിട്ട് നിങ്ങൾക്ക് ബെൽജിയം, അതുപോലെ തന്നെ ലക്സംബർഗ് എന്ന് പറയുന്ന ബെൽജിയവും അതുപോലെ തന്നെ ലക്സംബർഗ് എന്ന് പറയുന്ന ചെറിയ 2 രാജ്യങ്ങളെ കാണാൻ പറ്റും. ഇവരുടെ ഈസ്റ്റേൺ സൈഡിലായിട്ട് സ്വിറ്റ്സർലാൻഡും ജർമ്മനിയുമാണുള്ളത്. സൗത്ത് ഈസ്റ്റിലായിട്ട് ഇറ്റലി ഉണ്ട്. അതുപോലെ തന്നെ മൊണോക്കോ എന്ന് പറയുന്ന മറ്റൊരു ചെറിയ രാജ്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ സദേൺ സൈഡിലായിട്ട് സ്പെയിന്, അതുപോലെ ആൻഡോറ എന്ന് പറയുന്ന ഒരു കുഞ്ഞൊരു മൈക്രോ സ്റ്റേറ്റും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ലാൻഡ് വഴി അതിർത്തി പങ്കിടുന്ന, ഇവരുടെ കര അതിർത്തി പങ്കിടുന്ന അതിർത്തി രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഇവർക്ക് നോർത്ത് സൈഡിലായിട്ട് നോർത്ത് സീയുമായിട്ട് ചെറിയൊരു മാരിടൈം ബോർഡർ ഉണ്ട്.
അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റിലായിട്ട് ഫ്രാൻസിനും ബ്രിട്ടനും ഇടയിൽ ഒരു സ്ട്രൈറ്റ് ഓഫ് ഡോവറും ഇംഗ്ലീഷ് ചാനലും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വെസ്റ്റേൺ സൈഡിലായിട്ട് അറ്റ്ലാന്റിക് ഓഷൻ ഉണ്ട്. സൗത്ത് ഈസ്റ്റ് ആയിട്ട് മെഡിറ്ററേനിയൻ സീയും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രാൻസുമായിട്ട് അതിർത്തിയുള്ള പ്രദേശങ്ങളെന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.